രാധേ രാധേ. നമ്മൾ ക്ഷേത്രത്തിൽ തൊഴാൻ പോകാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ എത്തുന്നത് വരെ അവിടുത്തെ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ മന്ത്രങ്ങൾ മനസ്സിൽ പരമാവധി ജപിച്ചുകൊണ്ടിരിക്കണം. മറ്റെന്തെങ്കിലും അത്യാവശ്യ കാര്യം വന്നാൽ വേറെ പറയാം. അതേ കണക്ക് തന്നെ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ വലതുവശത്ത് വേണം നിൽക്കേണ്ടത്. കാരണം ഇടത് കൈ ഉയർത്തിയല്ല അനുഗ്രഹിക്കുന്നത്, വലത് കൈ ഉയർത്തിയാണ്. കൈകൾ രണ്ടും ഇതുപോലെ നെഞ്ചത്ത് താമരമുട്ടിന്റെ ആകൃതിയിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കണം. തീർത്ഥം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിരല് ഈ ചുണ്ടിൽ തട്ടാൻ പാടില്ല. വിരലുകൾക്കിടയിലൂടെ നമ്മൾ വായ്ക്കകത്തേക്ക് തീർത്ഥം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ക്ഷേത്രത്തിന്റെ മതിൽക്കകം ദേവന്റെ ശരീരമാണെന്നറിയുക. അവിടെ ചെരുപ്പ് കൊണ്ടിടുക, പ്രസാദങ്ങൾ അവിടെ ഇടുക, നിവേദിച്ച വസ്തുക്കള്, ഇലകള്, അങ്ങനെയുള്ള ഒരു കാര്യവും അവിടെ ഇടാൻ പാടില്ല. അതേ കണക്ക് ചിലർ പ്രസാദം ധരിച്ചതിന് ശേഷം ബാക്കി പ്രസാദം അവിടെ വെക്കും, അല്ലെങ്കിൽ ചന്ദനം അവിടുത്തെ തൂണിൽ തേക്കും. ഒരു കാരണവശാലും അത് ചെയ്യരുത്. ദേവനും ദേവന്റെ വാഹനമോ, അല്ലെങ്കിൽ ഇപ്പൊ ശിവനാണെങ്കിൽ അപ്പുറത്ത് തൊട്ടു മുമ്പിൽ നന്ദി വെച്ചേക്കും. അങ്ങനെ ദേവനും ഗണപതിയാണെങ്കിൽ എലി. ദേവനും ദേവന്റെ വാഹനത്തിനും ഇടയിലൂടെ ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ബലിക്കല്ലിൽ ചവിട്ടരുത്. തട്ടിയാൽ ക്ഷമാപണത്തോടെയും ഭക്തിയോടെയും തൊട്ടു തൊഴുത് മൂർധാവിൽ വയ്ക്കണം. ക്ഷേത്രത്തിൽ നിന്ന് ഒരിക്കലും കരയാൻ പാടില്ല. നിങ്ങളുടെ സങ്കടങ്ങൾ ഭഗവാൻ അറിയാം. നിങ്ങളെ കരച്ചിൽ വന്നാൽ ഭഗവാൻ അവിടെ ഇളക്കം തട്ടും. അതുകൊണ്ട് കരയരുത്, ഉച്ചത്തിൽ സംസാരിക്കരുത്, ക്ഷേത്രത്തിനകത്ത് നിന്ന് ചിരിക്കരുത്. ക്ഷേത്രത്തിനകത്ത് വെച്ച് മറ്റൊരാളെ കൈ ഉയർത്തി അനുഗ്രഹിക്കാൻ പാടില്ല. ചില ടീച്ചേഴ്സൊക്കെ അങ്ങനെയാണ്. അവരെ കാണുമ്പോൾ കുട്ടികൾ ഓടി വന്ന് കാല് തൊട്ട് തൊഴുകുന്നുടനെ ക്ഷേത്രത്തിനകത്ത് വെച്ച് അനുഗ്രഹിക്കരുത്. ആദ്യം നിങ്ങൾ കൊടിമരം വണങ്ങണം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ. എന്നിട്ട് ഉപദേവതമാരെയും തൊഴുതിട്ട് വേണം നിങ്ങൾ പ്രധാന മൂർത്തിയെ കാണാൻ. ഷർട്ട് ഊരിയിട്ട് വേണം ഏത് ക്ഷേത്രത്തിലും നിയമമില്ലെങ്കിലും കയറാൻ. സ്ത്രീകൾ ചുരിദാർ ധരിക്കരുത്. അവിടെ നിന്ന് വരുന്ന എനർജിക്ക് വസ്ത്രം പെനട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സാരിയോ ഹാഫ് സാരിയോ മറ്റോ നിങ്ങൾ ധരിക്കുക. ബലിക്കല്ലിന്റെ പുറത്തുകൂടെ വേണം നിങ്ങൾ പ്രദക്ഷിണം നടത്താൻ. സ്ത്രീകൾ ആർത്തവത്തിന് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞിട്ടേ കയറാവൂ. എന്നാൽ അതേ സ്ത്രീകൾ ശിവക്ഷേത്രത്തിൽ 10 ദിവസം കഴിഞ്ഞേ പോകാവൂ. ബന്ധുക്കൾ മരിച്ചാൽ 16 ദിവസം കഴിഞ്ഞ്, പ്രസവം കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും ചോറൂണ് കഴിഞ്ഞിട്ട് പോകാം. ദർശനം കഴിഞ്ഞാൽ അല്പനേരം ക്ഷേത്രത്തിൽ ഇരുന്നിട്ടേ വരാവൂ. അങ്ങനെ ചെയ്താൽ സർവ്വവിധ ഐശ്വര്യവും കിട്ടും. ക്ഷേത്ര ദർശനം നടത്തിയതിന്റെ പൂർണ്ണ ഫലം കിട്ടും.